Finally, Vivo V50 കൂടപ്പിറപ്പായ V60 റിലീസ് ആയിട്ടുണ്ട്. ക്യാമറ, ഡിസൈൻ, ഡിസ്പ്ലേ എല്ലാത്തിലും ലെവൽ അപ്പ് ആയിട്ടാണ് V60 വന്നിട്ടുള്ളത്. ബട്ട് ഡോണ്ട് വറി, ആ ക്ലാസിക് വിവോ വൈബ് അവിടെ തന്നെ ഉണ്ട്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് കൊടുത്ത് ഈ ഒരു ഫോൺ വാങ്ങിക്കണോ അതോ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ആൻഡ് ഇതുപോലത്തുള്ള കണ്ടന്റ്സ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ 5 minutes റിവ്യൂ. ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ല ഷാർപ്പ് ആൻഡ് എക്സ്പെൻസീവ് ലുക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ആ ക്യാമറ മോഡ്യൂൾ സ്ലൈറ്റ്ലി പ്രൊട്രൂഡിംഗ് ആണെങ്കിലും ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതേപോലെ IP68 and 69 റേറ്റിംഗ് വരുന്നുണ്ട്. അണ്ടർ വാട്ടർ 1.5 to 2 hours സർവൈവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ആഷ്പീസസ് ഗോൾഡ്, ബ്ലൂ ആൻഡ് എ ഗ്രേ. ഗോൾഡ് ആൻഡ് ബ്ലൂവിന് ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത് ആൻഡ് ഗ്രേക്ക് പോളികാർബണേറ്റ് ബാക്ക് ആണ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 201 grams ആണ്. ഫെദർ ലൈറ്റ് ഒന്നുമല്ല, എന്നാലും ബാലൻസ്ഡ് ആയിട്ടുള്ള മൊബൈലാണ്. സോ ഡിസൈൻ വൈസ് നമുക്ക് 7 out of 10 കൊടുക്കാം. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.77 inch ഫുൾ HD പ്ലസ് ക്വാഡ് കർവ് AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ആൻഡ് 5000 nits പീക്ക് ബ്രൈറ്റ്നസ്. നെറ്റ്ഫ്ലിക്സ് ആൻഡ് യൂട്യൂബിൽ HDR10+ സപ്പോർട്ട് ഉണ്ട്. നല്ല വൈബ്രന്റ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് തരുന്നത്. ദെൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ സീരീസ് ആൻഡ് മൂവി ലവേഴ്സിന് ഒരു മൾട്ടിമീഡിയ ട്രീറ്റ് തന്നെയാണിത്. ഇതിൽ എനിക്ക് തോന്നിയത് ഫുൾ HD പ്ലസ് റെസൊല്യൂഷന് പകരം 1.5K പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. സോ ഡിസ്പ്ലേയുടെ റേറ്റിംഗ് 6.5 out of 10. ദെൻ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ Snapdragon 7S Gen 4 ചിപ്സെറ്റോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. ഇതിന് മുമ്പ് വന്ന 3 V സീരീസ് മൊബൈൽസ് വന്നിട്ടുണ്ടായിരുന്നു. Snapdragon 7S Gen 3 ചിപ്സെറ്റ് ആയിരുന്നു. സോ വലിയ അപ്ഗ്രേഡ് ഒന്നുമില്ല, ഒരു 20 to 25% പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഡേ ടു ഡേ നോർമൽ യൂസിന് സ്മൂത്ത് ആയിരിക്കും, ഗെയിമിംഗ് സ്റ്റേബിൾ ആയിരിക്കും. ജെൻഷൻ ഇമ്പാക്ട് പോലത്തെ ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് ഒരു 45 to 46 FPS കളിക്കാം. ദെൻ ഇതിന്റെ ആൻറ്റിട്യൂഡ് സ്കോർ നോക്കുകയാണെങ്കിൽ നിയർലി 1 million റീച്ച് ആവുന്നുണ്ട്. ദെൻ വേരിയൻസ് നോക്കുകയാണെങ്കിൽ അപ് ടു 16GB RAM ആൻഡ് 512GB സ്റ്റോറേജ് വരെ വരുന്നുണ്ട്. LPDDR4X RAM ആൻഡ് UFS 2.2 സ്റ്റോറേജ്. So performance wise നമുക്ക് ഒരു 6 out of 10 കൊടുക്കാം. Then coming to battery and charging, 6500 mAh battery with 90 watts fast charging. Screen on time നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 9.5 hours to 10 hours ലാസ്റ്റ് ചെയ്യും. നോർമൽ യൂസേജിൽ നിങ്ങൾക്ക് ഒരു 1.5 day അല്ലെങ്കിൽ 2 days ഒരിക്കൽ ചാർജ് ചെയ്താൽ മതി. സോ ബാറ്ററിയുടെ റേറ്റിംഗ് 8 out of 10. Then coming to camera, ഇവിടെയാണ് Vivo V60 സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് വരുന്നത്. 50MP മെയിൻ ക്യാമറ, 50MP ടെലിഫോട്ടോ ആൻഡ് 8MP അൾട്രാ വൈഡ്. സെൽഫി ക്യാമറ 50MP. എല്ലാ ക്യാമറയിലും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. 4K 60 FPS ആവാമായിരുന്നു. ദെൻ ഫോട്ടോ ക്വാളിറ്റി ചോദിക്കുകയാണെങ്കിൽ വിവോ അതിന്റെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺസ് ആണെങ്കിലും എഡ്ജ് കട്ടിങ്സ് ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും 3x and 2x പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അണ്ടർ വാട്ടർ മോഡ്, ആസ്ട്രോ മോഡ്, നൈറ്റ് മോഡ്, ഫുഡ് മോഡ്, ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ്, ദെൻ റിഫ്ലക്ഷൻ റിമൂവർ, ഇമേജ് എക്സ്പാൻഷൻ, ഓറ ലൈറ്റ് ഫോർ ലോ ലൈറ്റ് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഫോട്ടോഗ്രാഫി ടീംസിന് ഇതൊരു പ്ലേ ഗ്രൗണ്ട് തന്നെയാണ്. സോ ക്യാമറ വൈസ് റേറ്റ് ചെയ്യുകയാണെങ്കിൽ 9 out of 10. സോഫ്റ്റ്വെയർ ആൻഡ് യുഐയിലേക്ക് വരികയാണെങ്കിൽ ഫൺ ടച്ച് OS based on Android 15 ആണ് വരുന്നത്. 4 years of major update and 6 years of security patches പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി കുറച്ച് ബ്ലോട്ട്വെയർസ് എല്ലാം ഉണ്ടാവും, നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാളും ചെയ്യാം. സോ സോഫ്റ്റ്വെയർ വൈസ് 8 out of 10. സോ ഫൈനൽ തോട്ട്സ്, വിവോ ഇവിടെ ഗെയിമിംഗ് ബീസ്റ്റ് ഒന്നുമല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം ബിൽറ്റ് മൊബൈൽ വിത്ത് ഡീസന്റ് ക്യാമറാസ് ആൻഡ് സൂപ്പർ ബാറ്ററി പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് തരാൻ നോക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെയാണിത്. ദെൻ ഇതിന്റെ പ്രൈസ് വരുന്നത് 36 to 46K ബഡ്ജറ്റിലാണ്. സോ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊരു ഫീൽ എനിക്കുണ്ട്. ദെൻ ഓവറോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 ഒരു 7 കൊടുക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിയേക്കണം. ആൻഡ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.